നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത സമൂഹമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സാമൂഹിക പുരോഗതിക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം വ്യക്തികളും സന്നദ്ധ സംഘടനകളും സഹകരിക്കുന്നത് മാതൃകയാണെന്നും കെ രാജൻ. വേനൽ ചൂട് കനക്കുന്നു. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക്. ഭീതിയോടെ മലയോര ജനത. കാട്ടാനയ്ക്കൊപ്പം പുലിയും ഇറങ്ങുന്നത് കിഴക്കഞ്ചേരി മംഗലം മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു. 125ന്റെ നിറവിൽ മഞ്ഞപ്ര ടിങ്കിൾ മെമ്മോറിയൽ ഹിന്ദു UP സ്കൂൾ. മഞ്ഞപ്ര ടിങ്കിൾ മെമ്മോറിയൽ ഹിന്ദു UP സ്കൂളിന്റെ 125ാം വാർഷികാഘോഷം ബുധനാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത സമൂഹമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ശ്രീ കുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 120 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3,54,000 വീടുകൾ പണിത് താക്കോൽ നിർവഹിക്കുകയും 5,12,000 വീടുകളുടെ എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ചെയ്ത ലൈഫ് എന്ന പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വളരെ അഭിമാനത്തോടെ പറയട്ടെ, 3,54,000 പേരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ അവസരം കിട്ടിയ ഒരു കാലമാണിത്. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് മാത്രം കരുതിയതുകൊണ്ട് സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ പദ്ധതികൾ മാത്രം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭവനരഹിതരായിട്ടുള്ള എല്ലാവരും ഇല്ലാത്ത ഭവനരഹിതരില്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാകില്ല. അതിന് ഇത്തരത്തിലുള്ള സുമനസ്സുകളുടെ ഹൃദയം തുറന്ന പിന്തുണയും സഹായവും വേണം. ഈ ഒരു ഘട്ടത്തിലല്ല, അതിഭീകരമായിട്ടുള്ള പ്രളയമുണ്ടായപ്പോ, കോവിഡ് ഉണ്ടായപ്പോ, മറ്റെല്ലാ സാമൂഹ്യ പദ്ധതികളുടെയും കൂട്ടത്തിൽ കേരളത്തെ മനസ്സ് തുറന്ന് സഹായിച്ച PNC മേനോന്റെ നേതൃത്വത്തിലുള്ള ശോഭ ഗ്രൂപ്പിനെ ഹൃദയത്തിൽ തൊട്ട് കേരള സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കും. സാമൂഹിക പുരോഗതിക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം വ്യക്തികളും സന്നദ്ധ സംഘടനകളും സഹകരിക്കുന്നത് മാതൃകയാണെന്നും കെ രാജൻ പറഞ്ഞു. ഗൃഹശോഭ പദ്ധതി പ്രകാരം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഇതുവരെ 230 വീടുകളാണ് നിർമ്മിച്ച് നൽകിയത്. ഇതോടൊപ്പം കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് 13 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്നതിന്റെ രേഖ കൈമാറ്റവും നടന്നു. ട്രസ്റ്റ് ചെയർമാൻ PNC മേനോന്റെ പത്നി ശോഭ മേനോൻ അധ്യക്ഷയായി. PP സുമോദ് MLA, ADGP P വിജയൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കവിത മാധവൻ, ലിസി സുരേഷ്, M സുമതി, വൈസ് പ്രസിഡന്റുമാരായ V രാധാകൃഷ്ണൻ, KR മുരളി, ശ്രീ കുറുമ്പ ട്രസ്റ്റ് ട്രസ്റ്റി AR കുട്ടി, KE ഇസ്മായിൽ, CT കൃഷ്ണൻ, ഡോക്ടർ പുനലൂർ സോമരാജൻ, രോഹിത് മാലിക്, ഡോക്ടർ P സരിൻ, PN ഈശ്വരൻ, KP സുരേഷ് രാജ്, A തങ്കപ്പൻ, R പ്രമോദ്, ഡോക്ടർ VA ഗംഗാധരൻ, V പരമേശ്വരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അടുത്ത ഘട്ടത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിൽ കർമ്മം മാർച്ചിൽ നടക്കും. ഗൃഹശോഭ ഭവന പദ്ധതിയിൽ ഇനി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തും. വേനൽ ചൂട് കനക്കുന്നു. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക്. ഭീതിയോടെ മലയോര ജനത. ഫെബ്രുവരി തുടങ്ങിയപ്പോൾ തന്നെ കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ തുടർച്ചയായി പുലിയിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. പുലിയുടെ മുന്നിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും രക്ഷപ്പെട്ടത്. ഫോൺ ചെയ്ത് ഇവിടെ ഈ ബാക്ക് സൈഡിൽ കൂടെ ഞാൻ നടന്നു വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറ്റത്തേക്ക് എത്തുമ്പോ അവിടെ ആ പാറക്കല്ലിക്കണേൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പുലീനെ കാണുന്നത്. പുലീന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല, പുലിയാന്ന് മനസ്സിലായില്ല. അതിന്റെ പുറകുവശവും പിന്നെ ഈ അവിടെ നിന്ന് എടുത്ത് ചാടി റോട്ടിക്ക് ക്രോസ് ചെയ്യാനും കൂടി കണ്ടപ്പോ പുലിയാന്ന് കൺഫേം ആക്കുക ചെയ്ത്. ഇതിന് പുറമെ കാട്ടാന, കാട്ടുപന്നി, മാൻ, കുരങ്ങ്, മയിൽ, മരയണ്ണാൻ തുടങ്ങിയവയെല്ലാം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നുണ്ട്. വേനൽച്ചൂട് കനത്തതോടെ കാട്ടിലെ ജലാശയങ്ങളെല്ലാം വറ്റി തുടങ്ങിയതിനാലാണ് തീറ്റയും വെള്ളവും തേടി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കിഴക്കഞ്ചേരി മംഗലം മലയോര മേഖലകളിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത്. വേനൽച്ചൂട് ഇനിയും കനക്കുന്നതോടുകൂടി ഇനിയും കൂടുതൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. 125ന്റെ നിറവിൽ മഞ്ഞപ്ര ടിങ്കിൾ മെമ്മോറിയൽ ഹിന്ദു UP സ്കൂൾ. ആലത്തൂർ ഉപജില്ലയിലെ ആദ്യത്തെ പ്രൈമറി സ്കൂളിൽ നിരവധി പ്രമുഖർ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിലുള്ള കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന്
സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1900-ലാണ് ഈ വിദ്യാലയം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ 125 വർഷം പിന്നിടുകയാണ്. ഈ 125 വർഷം പിന്നിടുമ്പോൾ ആ വിദ്യാലയം അന്ന് എങ്ങനെയാണ് നിർമ്മിച്ചത്, അതേ നിലയിൽ അത് വളരെ ഭംഗിയായി സംരക്ഷിച്ചു പോരുകയാണ് ഇപ്പോഴും. ആ വിദ്യാലയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 5, 6, 7 UP വിഭാഗം മാത്രമേ ഉള്ളൂ. LP ഇല്ല, ഹൈസ്കൂളും ഇല്ല, ഒരു മിഡിൽ സ്കൂളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കുറവ് ആ വിദ്യാലയത്തിന് എപ്പോഴും ഉണ്ട്. തൊട്ടടുത്ത് LP വേറെ ഗവൺമെൻറ് സ്കൂളുണ്ട്, പിന്നെ ഹൈസ്കൂൾ വേറെയുണ്ട്. അപ്പോൾ ഈ ഒരു 3 വർഷത്തിന് വേണ്ടി ഈ സ്കൂളിലേക്ക് വിടണോ എന്ന് രക്ഷിതാക്കൾ എപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി അവിടെ ചേർത്തിയാൽ പിന്നെ പിന്നീടുള്ള കുട്ടികളെല്ലാം അവിടെ തന്നെ ചേർത്തുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടിട്ടുള്ളത്. അത് അവിടുത്തെ അധ്യാപകരുടെ കഠിന പ്രയത്നം. ബുധനാഴ്ച വൈകുന്നേരം 6-ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. PP സുമോദ് MLA ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ PV ഏലിയാസ്, T. ബിന്ദു ജോൺ, സ്നേഹ ജെയ്സൺ എന്നിവർ സംബന്ധിച്ചു. T. നസറുദ്ദീൻ അനുസ്മരണവും താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉദ്ഘാടനം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവായിരുന്ന T. നസറുദ്ദീൻ അനുസ്മരണത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി ചെറുഷ്പം സ്കൂളിന് സമീപത്ത് താൽക്കാലികമായി ഒരുക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം KVVES യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ നിർവഹിച്ചു. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടാവുകയും വരാൻ പോകുന്ന കടുത്ത വേനലും അത് കഴിഞ്ഞ് വരുന്ന മഴയ്ക്കും പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് മഴയും വെയിലും അതിജീവിച്ചുകൊണ്ട് വൃദ്ധരും അതുപോലെ തന്നെ വനിതകളും വിശിഷ്യ ചെറിയ കുട്ടികൾക്കും വിശ്രമിക്കാനുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുക എന്ന പഞ്ചായത്ത് അധികൃതരുടെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുത്തിരിക്കുകയാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് ബൃഹത്തായ ഒരു വെയിറ്റിംഗ് ഷെഡ് അവിടെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ശക്തമായ ചൂടിനെ അതിജീവിക്കുവാനും അത് വരാൻ പോകുന്ന മഴയെ അതിജീവിക്കുവാനും ഈ രാജ്യത്തെ സാധാരണക്കാരോടൊപ്പം വ്യാപാരി സമൂഹവും ഉണ്ട് എന്ന് പൊതുജനങ്ങളുമായി നിത്യേന സംവദിക്കുന്ന ഒരു വിഭാഗമായ നമ്മൾക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി P. ബാലമുരളി, CS സിദ്ദിഖ്, PR രാമസ്വാമി, ബിൻസി സെബാസ്റ്റ്യൻ, MD ജോസ്, VS ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഡൽഹി തിരഞ്ഞെടുപ്പിൽ വിജയാഘോഷം പ്രകടിപ്പിച്ച് വടക്കഞ്ചേരി BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും നടത്തിയ ആഹ്ലാദ പ്രകടന പരിപാടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. ശ്രീകണ്ഠൻ, N. വാസുദേവൻ, BJP പ്രവർത്തകരായ PK ഗുരു, N. കൃഷ്ണകുമാർ, അജിത് കണ്ണമ്പ്ര, മോഹൻ കല്ലേപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. SFI KSU സംഘർഷം ആലത്തൂർ SN കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇക്കഴിഞ്ഞ 4-ാം തീയതി കോളേജ് ക്യാമ്പസിനകത്ത് SFI KSU സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് KSU പ്രവർത്തകന് പരിക്കേറ്റ സംഭവത്തിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളായ SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച SFI പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു.
എന്നാൽ കോളേജ് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞുവെങ്കിലും പ്രവർത്തകർ മതിൽ ചാടി കോളേജിനകത്ത് പ്രവേശിക്കുകയും പ്രിൻസിപ്പാളിന്റെ ഓഫീസിനകത്ത് കയറി പ്രതിഷേധ മുദ്രാവാക്യം വിളിയും പ്രിൻസിപ്പാളെ തടഞ്ഞു വെക്കുകയും ചെയ്തു. പ്രതിഷേധം കനത്തതോടെ കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞതോടെ വിദ്യാർത്ഥികൾ ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചു. SFI ജില്ലാ സെക്രട്ടറി വിപിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എന്നാൽ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ തയ്യാറല്ലെന്ന് കൗൺസിൽ യോഗത്തിൽ മാനേജ്മെന്റിന്റെ തീരുമാനം വന്നതോടെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. വടക്കഞ്ചേരി ഗ്രാമം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിലെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി ഗ്രാമം സീതാരാമ മണ്ഡപത്തിൽ നടത്തിയ വാർഷികാഘോഷം ചലച്ചിത്ര താരം ജെയ്സ് ജോസ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് മക്കളോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മൾ തീർന്നുപോയി എന്ന് വിചാരിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ശക്തമായി മുന്നോട്ട് പോയാൽ നമ്മൾക്കെല്ലാം ഒരു കടലായി മാറാൻ കഴിയും. ഭാവിയിൽ നിങ്ങളുടെ ഈ ഓരോ കുഞ്ഞു മക്കൾക്കും വലിയ കടലുകളായി മാറട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാടിന് അഭിമാനമാവുന്ന അവരവരുടെ നേരത്തെ PT മാഷ് പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത്. ചിലർക്ക് അഭിമുഖീകരിക്കാനായിരിക്കാം, ചിലർ ടീച്ചറായിരിക്കാം, ചിലർക്ക് രാഷ്ട്രീയത്തിലായിരിക്കാം. നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ലക്ഷ്യത്തിലേക്ക് സ്വപ്നം കണ്ടുപോയാൽ നമ്മൾക്ക് എല്ലാവർക്കും അവിടെ എത്താൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അധ്വാനിച്ചാൽ ലഭിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മുടെ വിപിൻ സ്വാമി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചില്ല, സെലക്ടഡായി. ഇപ്പോൾ ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്നു. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായ സുരേഷ് ഗോപി ബിജു മേനോൻ പടമായ പുഴയ്ക്കൽ അരുൺ വർമ്മയുടെ മുത്തച്ഛനും അച്ഛനൊക്കെ ഇവിടെ പഠിച്ചെന്ന് പറഞ്ഞു. എനിക്കും അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കിയപ്പോൾ എനിക്കും അത് നല്ലൊരു കഥാപാത്രത്തിന് അവസരം തന്നിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കടലായി മാറിയ പ്രശസ്തരായ ഒരുപാട് വ്യക്തി നമ്മുടെ ഗ്രാമം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇനിയും അവരെ പോലെ വലിയ നിലകളിലെത്താൻ ഇവിടുത്തെ ഓരോ കുഞ്ഞുമക്കൾക്കും കഴിയട്ടെ. ഈ സ്കൂൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. എല്ലാ രീതിയിലും അവരെ കലാപരമായും കായികപരമായും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്രയും നല്ല സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞ കുഞ്ഞുമക്കളെ നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇങ്ങനെ ഇത്രയും നല്ല രക്ഷകർത്താക്കൾക്കും ഇത്രയും ശ്രദ്ധിക്കുന്ന ടീച്ചർമാർക്കും ശിക്ഷണത്തിൽ വളരാൻ പറ്റുക, ഇങ്ങനെയുള്ള സ്കൂളിൽ നിന്ന് നിങ്ങളുടെ തുടക്കമുണ്ടാവാൻ പറ്റുക. PTA പ്രസിഡന്റ് വിനീഷ് പണിക്കർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, പഞ്ചായത്ത് അംഗം മുത്തു, ചെയർമാൻ VR രാമസ്വാമി, പ്രിൻസിപ്പൽ K ലക്ഷ്മി, അധ്യാപിക R ഭാഗ്യലക്ഷ്മി, വിദ്യാർത്ഥികളായ അനയ് അരവിന്ദ്, വൃന്ദ ഫിനിക്സ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചു. കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിൽ ശിവപുരാണ മഹാത്മ്യ പ്രഭാഷണം സംഘടിപ്പിച്ചു. ശിവജ്ഞാന സമീക്ഷ എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തിയത്. ബ്രഹ്മശ്രീ അഡ്വക്കേറ്റ് TR രാമനാഥൻ ആയിരുന്നു പ്രഭാഷകൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം ശിവപെരുമാൾ ഓംകാരമാണ്. ശങ്കര നാദശരീര പര. ശങ്കരാഭരണത്തിലും മറ്റും നിങ്ങൾ കേൾക്കുന്ന ആ കീർത്തനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ശങ്കര നാദശരീര പര. നാദം അല്ലെങ്കിൽ നാഥ തനു അനിശം എന്നെല്ലാം തന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ നാദം തനു അനിശം.
നാദമെന്ന് പറയുന്ന ഓങ്കാരമല്ലാതെ ശിവൻ്റെ ശരീരം മറ്റൊന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന കീർത്തനങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. മാണ്ഡുക്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ദശോപനിഷത്തുകളിലെ പ്രധാനപ്പെട്ട ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യം, അതിനെ തുടർന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സ്വയം ആത്മാ ചതുഷ്പാത്, ഈ ആത്മാവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 4 പാദങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ മ ഇങ്ങനെ 3 മാത്രകൾ ചൊല്ലിക്കൊണ്ട് 4ാമത് തുരീയ പദത്തെയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാണ്ഡുക്യ ഉപനിഷത്ത് ഈ ആത്മാവാകുന്ന ഈശ്വരനെ പറ്റി പ്രതിപാദിക്കുന്നത്. അയമാത്മാ ബ്രഹ്മ. അത്തരത്തിൽ ചതുഷ്പാദങ്ങളോടുകൂടി 4 പാദങ്ങളോടുകൂടി 4/4 എന്ന് പറയുന്ന ഭാഗങ്ങളോട് കൂടിയിട്ടുള്ള ആ മ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തുരീയ പദത്തിലേക്ക് എത്തുന്നു, അത് ഓം. അപ്പോൾ ഈ 3 ഘടകങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ജാഗ്രസ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയങ്ങളും ചുവപ്പ് വെളുപ്പ് കറുപ്പ് എന്ന് പറയുന്ന രാജസ സാത്വിക താമസ ഗുണങ്ങളും അവിടെ നിന്ന് സമുദ്ഭൂതമായിട്ടുള്ള മൂർത്തിത്രയങ്ങൾ, സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ബ്രഹ്മാവും സ്ഥിതിക്കുള്ള വിഷ്ണുവും സംഹാരത്തിൻ്റെ രുദ്രനും, ഇതെല്ലാം തന്നെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇതെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ ഒന്ന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ എത്തുന്ന ഇടമാണ് ഓം. ശിവപുരാണ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നടത്തിയ പ്രഭാഷണം കേൾക്കാൻ 100 കണക്കിന് ശിവഭക്തരാണ് എത്തിച്ചേർന്നത്.